ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോമർസെറ്റ് മോഗം എന്ന ഓഥർ എഴുതിയിട്ടുള്ള ദ ലഞ്ചൻ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുമ്പോൾ നരേറ്റർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ലേഡിയെ കാണുകയാണ് ഡ്യൂറിങ് ദ ഇൻ്റർവൽ ഓഫ് എ പ്ലേ. അതായത് കറൻ്റ്ലി ഇപ്പോൾ അവർ തിയേറ്ററിൽ നിൽക്കുകയാണ്, അവർ രണ്ടുപേരും ഒരു ഡ്രാമ കാണാൻ വന്നതാണ്. അപ്പോഴത്തേക്കും ഇൻ്റർവൽ സമയമായപ്പോൾ ഈ നരേറ്റർ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ലേഡിയെ കാണുകയാണ്. അപ്പോൾ ഷീ വാംലി ഗ്രീറ്റ്സ് ഹിം ആൻഡ് റിമൈൻസ് ഹിം ദാറ്റ് മെനി ഇയേഴ്സ് എഗോ ഹി ഹാഡ് ഇൻവൈറ്റഡ് ഹെർ ടു ലഞ്ച്. ആദ്യമൊക്കെ ആ ലേഡിയെ കണ്ടപ്പോൾ നമ്മുടെ നരേറ്ററിന് മനസ്സിലാവുന്നില്ല. അതായത് ഇതെവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്, ബിക്കോസ് കണ്ടൊരു പരിചയമില്ല. പക്ഷേ ആ ലേഡിയുടെ നെയിം ആരോ പറയുന്നത് കേട്ടപ്പോൾ ഇന്ന ലേഡിയാണ് ഇതെന്ന് നരേറ്ററിന് മനസ്സിലാവുന്നു. അതായത് അവർ തമ്മിൽ മുന്നേ പരിചയമുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ കണ്ടിട്ട് നരേറ്ററിന് മനസ്സിലാവാൻ എന്തെന്ന് വെച്ചാൽ ഈ ലേഡിയുടെ ഫിസിക്കൽ അപ്പിയറൻസും മുഖവും മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നു. സോ നരേറ്ററിന് ആദ്യം അറ്റ് ഫസ്റ്റ് സൈറ്റിൽ ഹി വാസ് അണേബിൾ ടു റെക്കഗ്നൈസ് ഹർ. പിന്നീട് ആ ലേഡി ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ he gets reminded of the incident that happened 20 years ago. 20 വർഷങ്ങൾക്ക് മുൻപേ നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഈ നരേറ്ററിന് ഓർമ്മ വന്നു. ഓക്കെ, 20 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഈ നരേറ്റർ ഒരു യങ് റൈറ്റർ ആയിരുന്നു, സ്ട്രഗ്ലിംഗ് പീരീഡിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു റൈറ്റർ ആദ്യമേ വർക്ക്സൊക്കെ എഴുതി തുടങ്ങുമ്പോൾ ആദ്യമേ അത് ക്ലിക്ക് ആവണമെന്നില്ലല്ലോ. സോ ഒരുപാട് സമയം എടുക്കും. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് ഓഥർ നിൽക്കുന്നത്. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇനി നമുക്ക് മൊത്തം ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. അതായത് നരേറ്ററിന് എങ്ങനെ ഈ ലേഡിയെ അറിയാം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഹി വാസ് എ സ്ട്രഗ്ലിംഗ് യങ് റൈറ്റർ ലിവിംഗ് ഇൻ പാരീസ്. അപ്പോൾ ആ സമയത്ത് ദ നരേറ്റർ ലിവ്ഡ് ഇൻ എ ടൈനി അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ ലാറ്റൻ ക്വാർട്ടർ ആൻഡ് ഏൺഡ് ഓൺലി ഇനഫ് മണി ടു സർവൈവ്. അതായത് ഈ നമ്മൾ പറഞ്ഞല്ലോ സ്ട്രഗ്ലിംഗ് പീരീഡ് നിൽക്കുന്ന ഒരു യങ് റൈറ്റർ ആയിരുന്നു, ഒരു ടൈനി അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത് ഇൻ പാരീസിൽ തന്നെ. ഓക്കെ, അപ്പോൾ വൺ ഡേ സ്ട്രഗ്ലിംഗ് പീരീഡ് നിൽക്കുന്ന റൈറ്റർ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ഒരു ചെറിയ അപ്രീസിയേഷൻ തന്നാൽ തന്നെയും ഒരുപാട് ഹാപ്പി ആവുമല്ലോ. അപ്പോൾ വൺ ഡേ ഹി റിസീവ്ഡ് ഒരു ലെറ്റർ കിട്ടി ഫ്രം എ വുമൺ ഹു ഹാഡ് റെഡ് വൺ ഓഫ് ഹിസ് ബുക്സ് ആൻഡ് അഡ്മയർഡ് ഹിസ് വർക്ക്. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടുകയാണ് വൺ ഡേ, ആൻഡ് ഹി വാസ് സോ ഹാപ്പി കേട്ടോ. ഒരുപാട് സന്തോഷമായി, കാരണം ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്തല്ലോ തൻ്റെ ബുക്കിനെയൊക്കെ ഓർത്തിട്ട്. ഓക്കെ, ആഫ്റ്റർ എക്സ്ചേഞ്ചിങ് ലെറ്റേഴ്സ് ഷീ ഇൻഫോം ഹിം ദാറ്റ് ഹി വുഡ് ബി പാസിംഗ് ത്രൂ പാരീസ് ആൻഡ് വിഷ്ഡ് ടു മീറ്റ് ഹിം. അപ്പോൾ ലെറ്ററൊക്കെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് സ്ത്രീ അങ്ങോട്ട് പറയുകയാണ്, ഞാൻ പാരീസിലോട്ട് പാരീസ് കൂടെ ആ വഴി കൂടെ പോവുകയാണ്, ആൻഡ് ഐ വിഷ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആ ലേഡി നരേറ്ററിൻ്റെ അടുത്ത് പറയുന്നു. ആൻഡ് ആ ലേഡി പിന്നെ പറഞ്ഞ് ചേർക്കുന്നുണ്ട് ദാറ്റ് ഹർ ഷെഡ്യൂൾ ഈസ് ലിമിറ്റഡ്, ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചൊരു ലഞ്ച് കഴിക്കാം അറ്റ് ദ ഫോയോട്സ്. ഫോയോട്സ് എന്ന് പറയുന്നൊരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അതായത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഇൻ പാരീസ്. അപ്പോൾ പാരീസിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് ലേഡി അങ്ങോട്ട് നരേറ്ററിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, യൂഷ്വലി ഫ്രീക്വൻറ്റഡ് ബൈ ഫ്രഞ്ച് സെനേറ്റേഴ്സ്. അവിടെ ഫ്രഞ്ച് സെനേറ്റേഴ്സാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എപ്പോഴും പോകുന്നത്. നരേറ്റർ സാധാരണ പാരീസിലാണ് താമസിക്കുന്നത് എങ്കിലും നരേറ്ററിന് ഇവിടുത്തെ ഫുഡ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അത് അഫോർഡ് ചെയ്യാൻ പറ്റൂലല്ലോ. സോ സാധാരണ ഒരു രീതിയിൽ നരേറ്റർ ഈ റെസ്റ്റോറൻറ്റിൽ പോവാറില്ല. പക്ഷേ ഇപ്പോൾ ഹി വാസ് ഫ്ലാറ്റേർഡ് ബൈ ദ റിക്വസ്റ്റ് ഓഫ് ദിസ് ലേഡി ആൻഡ് ഹി അക്സെപ്റ്റഡ് ദ ഇൻവിറ്റേഷൻ. ഈ ഇൻവിറ്റേഷൻ നരേറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഹി കാൽക്കുലേറ്റഡ് ദാറ്റ് വിത്ത് കെയർഫുൾ സ്പെൻഡിങ് ഹി വുഡ് മാനേജ് എ സിമ്പിൾ മീൽ ഈവൻ ഇഫ് ഇറ്റ് മെൻറ്റ് ഗിവിംഗ് അപ്പ് കോഫി ഫോർ ദ നെക്സ്റ്റ് 2 weeks. അതായത് നരേറ്റർ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഈ മാസത്തിലെ ബഡ്ജറ്റ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ദാറ്റ് ഇനി വരുന്ന 2 ആഴ്ച ഞാൻ കോഫി കുടിക്കില്ല, അങ്ങനെ പൈസ സേവ് ചെയ്യാം, ഞാൻ ഇന്ന ചെയ്ത് പൈസ എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് പറയുകയാണ് ഞാനൊരു സിമ്പിൾ മീൽ വാങ്ങിക്കൊടുക്കാം, എന്നിട്ട് കെയർഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ എൻ്റെ പൈസ സേവ് ചെയ്ത് വെക്കാമെന്ന് നരേറ്റർ ഇങ്ങനെ ഓരോരോ പ്ലാൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് അവർ പറഞ്ഞ ആ ദിവസം തന്നെ തേഴ്സ്ഡേ അവർ ഫോയോട്സ് റെസ്റ്റോറൻറ്റിൽ പോകുന്നു. നരേറ്റർ അറൈവ്സ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് മീറ്റ്സ് ദ വുമൺ. ഓക്കെ, അപ്പോൾ ആ സ്ത്രീ ആദ്യം കണ്ടപ്പോൾ നരേറ്റർ വിചാരിച്ചിരുന്നത്, ലെറ്റർ എഴുതിയപ്പം നരേറ്റർ വിചാരിച്ചിരുന്നത് ഇതൊരു യങ് വുമൺ ആണ്. അങ്ങനെ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ കാണുമല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് നരേറ്റർ ലെറ്ററൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചിരുന്നത് ഇതൊരു യങ് വുമൺ ആണ് എന്നൊക്കെയാണ്. പക്ഷേ നേരിട്ട് കണ്ടപ്പം ഷീ വാസ് ഓൾഡർ ദാൻ ഹി തോട്ട്. ഓക്കെ, ആൻഡ് എക്സ്പെക്റ്റ് ചെയ്ത വയസ്സല്ലായിരുന്നു, 40 വയസ്സുണ്ട് ആ ലേഡിക്ക്. ഓക്കെ, ഷീ അപ്പിയേഴ്സ് കോൺഫിഡൻറ്റ്, ടോക്കറ്റീവ് ആൻഡ് റാദർ ഇമ്പോസിങ്. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് ഒരുപാട് വർത്തമാനം പറയുന്ന ഒരു ലേഡി ആയിരുന്നു അതെന്ന് പറയുന്നത്. അപ്പോൾ ലേഡി പ്രിറ്റൻഡഡ് ദാറ്റ് ലേഡിക്ക് ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക് കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് ഇൻ റിയാലിറ്റി ആ ലേഡിയുടെ പ്ലാൻ തന്നെ വേറെ ആയിരുന്നു. ഓക്കെ, അത് നമുക്കിനി വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മെനു ഒക്കെ വന്നപ്പോൾ നരേറ്റർ മെനുവിലെ ഓരോ ഫുഡിൻ്റെയും വില കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ നരേറ്റർ. ബട്ട് ഈ ലേഡിയുടെ മുമ്പിൽ ഈ ആങ്സൈറ്റിയും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് ദ വുമൻ ചിയർഫുള്ളി റിമാർക്സ് ദാറ്റ് ഷീ നെവർ ഈറ്റ്സ് മോർ ദാൻ 1 thing ഫോർ ലഞ്ചൻ. അതായത് ഞാൻ ലഞ്ചിൻ്റെ സമയത്ത് ഒരു സാധനത്തിൽ കൂടുതൽ വേറൊന്നും കഴിക്കാറില്ല എന്ന് ആ സ്ത്രീ ഇങ്ങനെ പറയുന്നത്.
Relieved by this statement, the narrator assumes the meal will remain inexpensive. അപ്പോൾ എന്താ ഞാൻ ലഞ്ചിന് ഒരു സാധനത്തിൽ കൂടുതൽ കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ എന്താ നരേറ്ററിന് പാതി ജീവൻ വീണു. കാരണം എന്താ ഓവറായിട്ട് പൈസ ഒന്നും തൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ലല്ലോ, അപ്പോൾ പൈസ സേവ് ആക്കാന്നൊക്കെ നരേറ്റർ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. ഓക്കെ. However, she immediately asks if the restaurant has fresh salmon ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഈ ലേഡി ഓർഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രഷ് സാൽമൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. Although salmon is out of season and therefore costly, the waiter confirms that they have some and the narrator reluctantly orders it for her. While waiting, she casually requests some caviar, saying that she never minds a little caviar. അതായത് പിന്നീട് ആ ലിസ്റ്റ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സാൽമൺ ഓർഡർ ചെയ്തു, പിന്നെ ട്രിക്ക് ഇട്ട് ചോദിക്കുകയാണ് ക്യാവിയാർ ഉണ്ടോ എന്ന്. പിന്നീട് വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇനി വഴിയെ മനസ്സിലാവും. Knowing he cannot afford such luxury, narrator suppresses his panic and agrees. For himself, he orders the cheapest item available, a simple mutton chop. ഒരു സിമ്പിൾ മട്ടൺ ചോപ്പാണ് എന്താ നമ്മുടെ നരേറ്റർ സ്വയം ഓർഡർ ചെയ്യുന്നത്. അതായത് ആ മെനുവിലുണ്ടായിരുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് നരേറ്റർ സ്വയം തനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നത്. As the meal continues, the woman criticizes the narrator's choice of meat, insisting that heavy food is unhealthy and that she herself eats only lightly. ഓക്കെ. അപ്പം ഈ സ്ത്രീ പറയുകയാണ് എന്താ ഇനി എന്തിനാ ഈ മീറ്റ് വാങ്ങിച്ചത് എന്ന രീതിയിൽ നരേറ്ററിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇതൊരു ഹെവി ഫുഡാണ്, ഇത് കഴിച്ചാൽ വയറ് മൊത്തവും നിറയും, എന്തിനാണിത് സ്വയം ഓർഡർ ചെയ്തതെന്നിങ്ങനെ ആ സ്ത്രീ നരേറ്ററിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നിട്ട് സ്വയം പറയാണ് ഞാൻ കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ, ഞാൻ എൻ്റെ വയറ് ഇത്രയും നിറച്ച് വെക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ സ്ത്രീ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. നമുക്ക് ആദ്യമേ നമ്മുടെ ആ സ്ത്രീ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഏതാണ്? ഞാൻ എൻ്റെ ലഞ്ചിൽ ഒരു സാധനമേ കഴിക്കാറുള്ളൂ, ഒന്നും കൂടുതൽ കഴിക്കാറില്ല. ബട്ട് ഇവിടെ ആ ലിസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യുന്നു, അത് കഴിയുമ്പോൾ അടുത്തത് ഓർഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞിങ്ങനെ നീണ്ടു പോവുകയാണ് ആ ലിസ്റ്റ്. ഓക്കെ. അപ്പോൾ എന്താ നരേറ്റർ ആ ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം അവൈലബിൾ ചെയ്തപ്പോഴും ഈ സ്ത്രീ എന്താ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസിസ്റ്റിംഗ് ദാറ്റ് ഹെവി ഫുഡ് ഈസ് അൺഹെൽത്തി ആണ് ആൻഡ് ദാറ്റ് ഷീ ഹെർസെൽഫ് ഈറ്റ്സ് ഓൺലി ലൈറ്റ്ലി. ഷീ ദെൻ അനൗൺസസ് ദാറ്റ് ഷീ നെവർ ഡ്രിങ്ക്സ് എനിത്തിങ് വിത്ത് ലഞ്ച് എക്സെപ്റ്റ് ഷാമ്പെയിൻ വിച്ച് അക്കോർഡിംഗ് ടു ഹെർ ഡോക്ടർ ഈസ് ദ ഓൺലി ഡ്രിങ്ക് ഷീ ഈസ് അലൗഡ്. എന്നിട്ട് ആ സ്ത്രീ പറയാണ് ഇനി നമുക്ക് ഡ്രിങ്ക്സിലോട്ട് പോകാം. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞുള്ള ഞാൻ ഷാമ്പെയിൻ കുടിക്കണമെന്നാണ്. ആൻഡ് വേറെ ഒന്നും എന്താ അവൾ കുടിക്കാറില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ലഞ്ചിന് അവൾ സാധാരണ ഒന്നും കുടിക്കാറില്ല, ബട്ട് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഷാമ്പെയിൻ കുടിക്കണമെന്നാണ്. വൺസ് അഗെയിൻ ദ നരേറ്റർ ഈസ് ഫോഴ്സ്ഡ് ടു ഓർഡർ ആൻ expensive half bottle of champagne while pretending that he himself prefers plain water. അപ്പോൾ ലേഡിക്ക് ഷാമ്പെയിൻ ഓർഡർ ചെയ്തിട്ട് ഹാഫ് ബോട്ടിൽ ഓഫ് ഷാമ്പെയിൻ ഓർഡർ ചെയ്തിട്ട് സ്വയം നരേറ്റർ എടുക്കുന്നത് പ്ലെയിൻ വാട്ടറാണ്. ഓക്കെ. Throughout the meal, she happily discusses literature, art and music, completely unaware of the financial burden she is placing upon her host. Meanwhile, the narrator becomes increasingly anxious about whether he will even have enough money to pay the bill. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി ഫ്ലാഷ് ബാക്സ് പറഞ്ഞു തുടങ്ങിയപ്പം ആദ്യം നരേറ്ററിൻ്റെ ഒരു ആങ്ഷ്യസ് ആയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ഈ മാസത്തിലേക്കുള്ള ബഡ്ജറ്റ് സേവ് ചെയ്യും എന്നതായിരുന്നു. പക്ഷേ ഈ ലേഡി വെൻ ഷീ സ്റ്റാർട്ടഡ് ടു ഓർഡർ ദ മീൽസ് ഓരോ ഫുഡും ഇങ്ങനെ ഓർഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നരേറ്ററിൻ്റെ ഇപ്പോഴത്തെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ കാണുമോ ഈ ഫുഡ് സേവ് ചെയ്ത് വെക്കാനെന്നുള്ളതാണ്. ദ വുമൻസ് അപ്പറ്റൈറ്റ് കണ്ടിന്യൂസ് ടു സർപ്രൈസ് ഹിം. അതായത് ഇതിൻ്റെ അകത്ത് ആ ലേഡി എപ്പോഴും ക്ലെയിം ചെയ്യുന്നത് എന്താ, ഐ ഈറ്റ് ഓൾമോസ്റ്റ് നത്തിങ്. അതായത് ഞാൻ ഒന്നും കഴിക്കാറില്ല, പ്രത്യേകിച്ച് ഒന്നും കഴിക്കാറില്ല. ആൻഡ് ലഞ്ചിന് ഞാൻ വേണമെങ്കിൽ ഒരു സാധനം കഴിക്കാതെ കൂടുതലൊന്നും ഞാൻ കഴിക്കാറില്ല എന്നൊക്കെയാണ് എപ്പോഴും ആ ലേഡിയുടെ ഡയലോഗ് അടി. ബട്ട് ഇപ്പം ഓരോരോ എക്സ്ക്യൂസസ് കഴിയും. അതായത് നമ്മുടെ നരേറ്റർ ഇൻസിസ്റ്റ് ചെയ്തില്ലെങ്കിലും ഇതും കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു, അതും കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രാ ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. ആൻഡ് ഇപ്പോൾ ആ ലേഡിക്ക് ആസ്പരാഗസ് വേണം. ആൻഡ് നരേറ്റർ വിഷ് ചെയ്യാണ് ഇവിടെ ആസ്പരാഗസ് ഒന്നും കാണില്ലേ എന്നും പറഞ്ഞിട്ട്. ബട്ട് വെയിറ്റർ വന്നിട്ട് പറയാണ് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ആസ്പരാഗസ് ഉണ്ടെന്ന്. ആൻഡ് ഇനി നമ്മുടെ ഗസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് റെഫ്യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. സോ നരേറ്റർ പറയുകയാണ് എന്നാൽ അതും കൂടി ഓർഡർ ചെയ്തോളാൻ. ബട്ട് നരേറ്ററിന് അറിയില്ലായിരുന്നു അത് അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണെന്ന്. ആസ് ഹി വാച്ചസ് ഹർ എൻജോയ് ദ ബട്ടറി asparagus, his anxiety reaches its peak. He mentally calculates his remaining money and even imagines pretending that his money has been stolen if he cannot pay the bill. He considers leaving his watch as security until he can return with the money. അപ്പോൾ നരേറ്റർ ഇങ്ങനെ ഓരോരോ എക്സ്ക്യൂസസ് ആലോചിക്കുകയാണ്. എനിക്ക് അഥവാ ബില്ല് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ എക്സ്ക്യൂസസ് ഞാൻ പറയുമെന്ന്. ഞാൻ വേണമെങ്കിൽ ഇവിടെ വാച്ച് വെച്ചിട്ട് ഞാൻ തിരിച്ച് പൈസ റിട്ടേൺ ചെയ്യുന്നത് വരെ എൻ്റെ വാച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് നിങ്ങൾ വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോരോ എക്സ്ക്യൂസസ് ഉണ്ടാക്കിയേനെ എന്ന് നരേറ്റർ പറയാണ്. ആൻഡ് വേറെ ഒരു എക്സ്ക്യൂസ് ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രിറ്റൻഡിങ് ദാറ്റ് ഹിസ് മണി, അവൻ കൊണ്ടുവന്ന പൈസ ഹാസ് ബീൻ സ്റ്റോളൺ. അതായത് അവൻ കൊണ്ടുവന്ന പൈസ മോഷണം പോയി, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേ ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ ഓരോരോ ആയിട്ടുള്ള എക്സ്ക്യൂസസ് ഇങ്ങനെ നരേറ്റർ തൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. എന്നിട്ട് ആസ്പരാഗസ് ഫിനിഷ് ചെയ്തപ്പം വുമൺ പറയാണ് എനിക്ക് ഐസ്ക്രീമും കോഫിയും വേണമെന്ന്.
While enjoying her dessert, she delivers another piece of advice claiming that people should always leave the table feeling that they could eat a little more. അതായത് കുറച്ചും കൂടി കഴിക്കണം എന്ന രീതിയിൽ ആൾക്കാർ അവരുടെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണമെന്ന്. The narrator, exhausted and nearly defeated by the mounting expenses, sarcastically asks if she is still hungry. ഇപ്പോഴും നിനക്ക് വിശക്കുന്നുണ്ടോ, ഹംഗ്രി ആണോ എന്നൊക്കെ നരേറ്റർ തിരിച്ച് ആ ലേഡിയോട് ചോദിക്കുകയാണ്. അപ്പോൾ she calmly replies that she never really eats lunch, emphasizing once again that she only has one thing. Her words reveal the irony and hypocrisy of her behavior since she has consumed caviar, salmon, champagne, asparagus, ice cream, coffee and later even fruit. ഫ്രൂട്ടായിട്ട് കഴിച്ചത് പീച്ചാണ് കേട്ടോ. അതായത് ആ ലേഡിക്ക് ഇനിയും കഴിക്കാൻ വയറുണ്ട് എന്ന് ആ ലേഡി ഇൻഡയറക്ട്ലി പറയുകയാണ്. ബട്ട് സ്റ്റിൽ ഇത്രയും കഴിച്ചിട്ടും ആ ലേഡി ഒന്നും കഴിക്കൂല എന്ന് പറയുന്നത് ആ ലേഡിയുടെ ഹിപ്പോക്രസിയും അതേപോലെ തന്നെ ആ ലേഡിയുടെ പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ബിഹേവിയറും എല്ലാം കാണിക്കും നമ്മൾ. ആൻഡ് ഇതിൻ്റെ അകത്ത് പിന്നീട് just when the narrator believes the meal is finally over, disaster strikes. ഒന്നുകൂടി പ്രശ്നമാവുന്നു. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? The head waiter arrives carrying a basket of large peaches. ഒരുപാട് ഫ്രൂട്ട്സ്, അതായത് പീച്ചസും കൊണ്ടുവരികയാണ്. ആൻഡ് വിച്ച് ആർ ഓൾസോ ഔട്ട് ഓഫ് സീസണിലുള്ള ഫ്രൂട്ട് അല്ല പീച്ച് എന്ന് പറയുന്നത് ഈ സീസണിൽ. ആൻഡ് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. Without hesitation, the woman absent-mindedly takes one, explaining that although the narrator cannot eat more because he has filled himself with meat, she has only had a light snack and can easily eat പീച്ച്. അതായത് ആ പീച്ച് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും, കാരണം ഞാൻ കുറച്ച് ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ആൻഡ് നരേറ്റർ ആ മീറ്റ് ചോപ്സ് ഒരുപാട് വയറ് നിറയെ കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നരേറ്ററിന് കഴിക്കാൻ പറ്റൂല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് ആ ലേഡി. The narrator is horrified but remains silent. And finally ബില്ല് വന്നപ്പോൾ നരേറ്റർ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയും അടച്ചു പൈസ. But it leaves him with almost no money except enough for a very small tip. അതായത് ഒരു കുഞ്ഞ് amount of money മാത്രമേ ടിപ്പായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. The woman notices the tiny tip and silently judges him as stingy, completely unaware that he has sacrificed his entire monthly budget for her extravagant meal. അതായത് ആ സ്ത്രീ ആ കുഞ്ഞ് എമൗണ്ട്, അതായത് 3 francs എങ്ങാണ്ടേ ഇതിന് കൊടുക്കുന്നുള്ളൂ, ടിപ്പായിട്ട് കൊടുത്തുള്ളൂ എന്ന് കണ്ടപ്പം ആ സ്ത്രീയുടെ എക്സ്പ്രഷൻ ഒന്ന് ചേഞ്ച് വന്നായിരുന്നു. അത് നരേറ്റർ ശ്രദ്ധിക്കുകയും ചെയ്തായിരുന്നു. പക്ഷേ ആ സ്ത്രീക്ക് അറിയില്ലല്ലോ തൻ്റെ ഫുൾ മന്ത്ലി ബഡ്ജറ്റ് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു മീല് സെറ്റ് ചെയ്തതെന്ന്, ഇപ്പോഴത്തെ ഈ പൈസയൊക്കെ മൊത്തം അടച്ചതെന്ന്. When they leave the restaurant, she cheerfully advises him to follow her example and never eat more than one thing for lunch. അതായത് ഇതൊരു കോമിക്കലായിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ. The narrator replies with bitter humor that he will do even better by eating nothing for dinner that night. She laughs, calls him a humorist and lives in a cab still oblivious to the hardship she has caused. ഓക്കെ, ലാസ്റ്റ് ഈ സ്ത്രീ ഹ്യൂമറിസ്റ്റ്, ഇനി ഒരു തമാശക്കാരനാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ലേഡിക്ക് അറിയത്തില്ല, ഷി വാസ് ഒബ്ലീവിയസ് എന്ന് വെച്ചാൽ അറിവില്ലായ്മ. ആ ലേഡിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു നരേറ്ററിൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു പൈസ ഇല്ല എന്നുള്ള കാര്യം. എന്നിട്ട് ഇത് ഇത്രയും ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. ഇനി അവർ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റിൽ ഉള്ള സ്റ്റോറിയിലോട്ട് വരികയാണ്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ദ സ്റ്റോറി ദെൻ റിട്ടേൺസ് ടു ദ പ്രസൻറ്റ്. ലുക്കിംഗ് അറ്റ് ദ വുമൺ നൗ ഗ്രേറ്റ്ലി ഓവർ വെയ്റ്റ്, ദ നരേറ്റർ റിമാർക്സ് വിത്ത് ക്വൈറ്റ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഹി ഹാസ് ഫൈനലി ഹാഡ് ഇറ്റ്സ് റിവെഞ്ച്. അദ്ദേഹത്തിൻ്റെ റിവെഞ്ച് എന്താ? ഈ ലേഡി ഇപ്പോൾ ഒബീസ് ആണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 133 kg അത്രയും വെയിറ്റ് ഉണ്ട്. അതായത് ഓവർ വെയിറ്റ് ആണ് ഈ ലേഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു റിവെഞ്ചാണ്. കാരണം എന്നെ അന്ന് അത്രയും ബുദ്ധിമുട്ടിച്ചതിനുള്ള ഒരു റിവെഞ്ചായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് ഈ ലേഡിയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മൊത്തം മാറിയത്. The woman who once boasted about eating almost nothing now weighs 21 stone. അതായത് ഓൾമോസ്റ്റ് about 130 kilograms. This ironic ending provides humorous justice and concludes the story on a note of wit and satire. ആർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനൊന്ന് ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു നരേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നരേറ്ററും ലേഡിയും മുന്നേ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ നാളുകൾക്ക് ശേഷം, അതായത് 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ നരേറ്ററിൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ അന്നൊരു ദിവസം ഈ ഒരു നരേറ്റർ എന്ന് പറയുന്ന ഒരു സ്ട്രഗ്ലിംഗ് റൈറ്റർ ആയിരുന്നു. ആൻഡ് ആ സമയത്ത് ഒരു ഫാൻ അല്ലെങ്കിൽ അഡ്മയറർ എന്ന രീതിക്ക് ഒരു ലേഡി ലെറ്റർ എഴുതുന്നു. അങ്ങനെ ലേഡിയെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ലേഡി അങ്ങോട്ടൊരു ഹോട്ടൽ സജസ്റ്റ് ചെയ്യുന്നു. അത് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. ആൻഡ് ആ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. ആ ലേഡി എപ്പോഴും ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊന്നും കഴിക്കില്ല എന്നാണ്. ബട്ട് ഓൾമോസ്റ്റ് ഒരുപാട് ഫുഡ് ഐറ്റംസ് വയറ് നിറയെ കഴിച്ചു ആ ലേഡി എന്ന് പറയുന്നത്. ആൻഡ് അന്ന് ആ ഒരു സമയത്ത് നരേറ്ററിൻ്റെ കയ്യിലുള്ള പൈസ മുഴുവനും ഈ ഫുഡിന് വേണ്ടി, ആ ഒരു ലഞ്ചിന് വേണ്ടി മാത്രം ചിലവായി.
അപ്പോൾ ഇന്ന് ആ ലേഡിയെ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ആ ലേഡി ഭയങ്കര ഓവർ വെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ നരേറ്റർ സ്വയം മനസ്സ് വിചാരിക്കുകയാണ് എൻ്റെ റിവെഞ്ച് ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ബിക്കോസ് ആ ലേഡി അന്ന് എപ്പോഴും ക്ലെയിം ചെയ്യുന്ന ഐ ഓൾമോസ്റ്റ് ഈറ്റ് നത്തിങ് എന്ന് പറയുന്ന ആ ലേഡി വൺസ് അങ്ങനെ ക്ലെയിം ചെയ്തിരുന്ന ആ ലേഡി ഇപ്പോൾ ഓവർ വെയിറ്റ് ആണ്. അതായത് അന്നും കഴിക്കുമായിരുന്നു ഇന്നും കഴിക്കുമായിരുന്നു. ഓൺലി ഡിഫറൻസീസ് ആ ഹിപ്പോക്രസി ആ പ്രിറ്റൻഷനും എല്ലാം പുറത്തോട്ട് ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലോട്ടും കൂടെ വന്നു. ബിക്കോസ് എന്താണ് റിയാലിറ്റി അത് ആ രീതിയിലേക്ക് എക്സ്പ്രസ്ഡ് ആയി തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ദ ലെഞ്ചൻ ഇസ് മോർ ദാൻ ജസ്റ്റ് എ ഫണ്ണി സ്റ്റോറി. ഒരു ഫണ്ണി സ്റ്റോറിക്ക് അപ്പുറമാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എക്സ്പോസസ് ദ ഹിപ്പോക്രസി, സെൽഫിഷ്നെസ് ആൻഡ് ദ പ്രഷർ ഓഫ് സോഷ്യൽ എറ്റിക്കറ്റ്. അതായത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഹിപ്പോക്രസി, പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്, സെൽഫിഷ്നെസ് അതായത് ആ ലേഡിയുടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് വ്യക്തമാകുന്നത്. ആൻഡ് പ്രഷർ ഓഫ് ദ സോഷ്യൽ എറ്റിക്കറ്റ്, അതായത് നമ്മൾ സൊസൈറ്റി ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം, നമ്മൾ റെസ്പെക്റ്റബിൾ ആയിരിക്കണം, നമ്മൾ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് അങ്ങോട്ട് ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു നരേറ്റർ തൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഇല്ല എന്ന് പറയാതിരുന്നത്. ആൻഡ് മാനറിസംസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു നമ്മുടെ നരേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ഗസ്റ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് നരേറ്റർ ഈ ലേഡിയെ ട്രീറ്റ് ചെയ്തിരുന്നത്. ബട്ട് അത് ആ ലേഡി ഇൻ എ വേ മിസ്യൂസ് ആണ് ചെയ്തത്. അപ്പോൾ അതിനെ എക്സ്പോസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, through wit and irony, Maugham shows how appearances and words can be very different from reality, making the story both entertaining and thought-provoking. പിന്നെ ഇതൊരു ഫ്ലാഷ് ബാക്ക് നരേറ്റീവാണ്. ഇറ്റ് ഇസ് ഫ്രെയിംഡ് ആസ് എ ഫ്ലാഷ് ബാക്ക് നരേറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് എന്താ? ദ നരേറ്റർ മീറ്റ്സ് എ വുമൺ ആഫ്റ്റർ 20 years. The meeting reminds him of an unforgettable lunch in Paris. The story shifts to his struggling days as a young writer. It sets the stage for a humorous yet ironic experience. പിന്നെ നമ്മൾ ഈ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ എൻഡിങ്ങും അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓർക്കുക, റിവെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇത് ഈ ഒരു ലഞ്ചിന് പോയ കഥയിലാണ് മൊത്തം ഈ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത്. എൻ്റെ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് എ സിംഗിൾ ലഞ്ച് മീറ്റിംഗ്. പിന്നെ ദ ലഞ്ചൻ ബിക്കംസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ നരേറ്റേഴ്സ് മെമ്മറി. ഇറ്റ് എക്സ്പോസസ് ദ വുമൻസ് ഹിപ്പോക്രസി ആൻഡ് നരേറ്റേഴ്സ് ഫിനാൻഷ്യൽ സ്ട്രഗിൾ. ദ മീൽ സിംബലൈസസ് സോഷ്യൽ പ്രിറ്റൻസ്, വാനിറ്റി ആൻഡ് ക്ലാസ് കോൺഷ്യസ്നെസ്. The simple title highlights how an ordinary lunch becomes an unforgettable life experience. ഓക്കെ, ടൈറ്റിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ ഓൺ പോയിന്റ്സിൽ നിങ്ങൾക്കും പിന്നെ ഏതെങ്കിലും പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ പറ്റും. ഇതിനകത്ത് മെയിൻലി പറയുന്ന അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി. അതായത് ആ വുമൺ എപ്പോഴും കൾച്ചേർഡ് ആണ്, കൺസിഡറേറ്റ് ആണ്, ഈ ഒരു നരേറ്ററിൻ്റെ വർക്ക്സും ആർട്ടും ലിറ്ററേച്ചറും മ്യൂസിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എന്താ ആ ലേഡി ഒരുപാട് അതെ ആ ലേഡിയുടെ ആ വേർഡ്സ് എന്താണ് എപ്പോഴും കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് താൻ പറയുന്നതല്ല ചെയ്യുന്നത്. അതായത് പ്രൊട്ടൻഷ്യസ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. നരേറ്റർ അപ്പിയേഴ്സ് കാം വൈൽ ഹൈഡിങ് ഇസ് ഗ്രോയിങ് ആങ്സൈറ്റി. അതായത് ഇതിൻ്റെ അകത്ത് റിയാലിറ്റി അപ്പിയറൻസ് വൈസ് റിയാലിറ്റിയുടെ ആ ലേഡിയുടെ കാര്യവും പറയണം, നരേറ്ററിൻ്റെ കാര്യവും പറയണം. നരേറ്റർ എപ്പോഴും പേടിച്ച് ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. ബട്ട് സ്റ്റിൽ അത് പുറത്തോട്ട് കാണിക്കുന്നില്ല ബിക്കോസ് ഓഫ് ദ ക്ലാസ് കോൺഷ്യസ്നെസ്. പിന്നെ സോഷ്യൽ എറ്റിക്കറ്റ് ആൻഡ് പൊളൈറ്റ്നെസ് അത് ഒരിക്കലും മറക്കരുത്. നരേറ്റർ കനോട്ട് റെഫ്യൂസ് എ റിക്വസ്റ്റ് ബിക്കോസ് സോഷ്യൽ മാനേഴ്സ് ഡിമാൻഡ് ദാറ്റ് he be a courteous host. His politeness forces him into a financial hardshipലോട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഹിപ്പോക്രസി, ഐറണി ഇതെല്ലാം നല്ലപോലെ ഓർത്ത് വെക്കുക. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഇനി ചെയ്യണമെങ്കിൽ ഡു കോമെൻറ്റ്. താങ്ക് യു.